ലഹരി ബോധവൽക്കരണ പ്രതിജ്ഞാ സംഗമവും സമൂഹ ഇഫ്താറും നടന്നു. ചവറ ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ഏഞ്ചൽസ് വാലി സാന്ത്വന ഭവന്റെ നേതൃത്വത്തിലാണ് ലഹരി ബോധവൽക്കരണ പ്രതിജ്ഞാ സംഗമവും സമൂഹ ഇഫ്താറും നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം സംഘടിപ്പിക്കാൻ പോകുന്നത് എന്തുകൊണ്ടും അനിവാര്യമായ ഒരു ചുമതലയായി ഞാൻ കാണുകയാണ്. കാരണം വിദ്യാർത്ഥികൾ, കൗമാരക്കാർ ഈ നാടിന്റെ സമ്പത്താണ്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പൗരനിലേക്കുള്ള സഞ്ചാരം എളുപ്പമാക്കലാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേവലം പുസ്തകവുമായുള്ള പരിചയപ്പെടൽ മാത്രമല്ല, വിദ്യാർത്ഥിയിൽ നിന്ന് പൗരനിലേക്കുള്ള സഞ്ചാരം എളുപ്പമാക്കലാണ് വിദ്യാഭ്യാസം. അത് എളുപ്പമാക്കണമെങ്കിൽ വിദ്യാർത്ഥി പുസ്തകത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. വിദ്യാർത്ഥി പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് സമൂഹത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലേ നമ്മുടെ വിദ്യാർത്ഥിക്ക് ഒരു നല്ല പൗരനായി തീരാൻ. എടുക്കുന്ന കേസുകൾ എണ്ണം വർദ്ധിക്കുന്നു, എടുക്കാത്ത കേസുകൾ അറിയപ്പെടാതെ, എടുക്കുന്ന കേസിനേക്കാൾ എത്രയോ വലുതാണ് അറിയപ്പെടാതെ പോകുന്ന കേസുകൾ. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണ്, ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ എന്താണ്? അബദ്ധജടിലമായ പാതയിൽ കൂടി ഒരു സമൂഹം സഞ്ചരിക്കുമ്പോൾ ആ സമൂഹത്തെ പിടിച്ചു നിർത്തി ശരിയായ പാതയിലേക്ക് സഞ്ചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സമൂഹം ഏറ്റെടുക്കുന്നത്. ചവറ SI അനീഷ് കുമാർ ബോധവൽക്കരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ എന്റെ ജീവിതം മയക്കുമരുന്ന് മുക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ശരീരത്തെയും മനസ്സിനെയും മാനിച്ച് മയക്കുമരുന്നുകൾക്ക് എതിരായി ലഹരി ഉപയോഗം മൂലം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകൾക്കും അക്രമങ്ങൾക്കുമെതിരെ സമൂഹവും വിദ്യാർത്ഥികളും യുവത്വവും ഒന്നിച്ചു നിൽക്കണമെന്ന പ്രമേയവും അവതരിപ്പിച്ചു. പോലീസും അല്ലെങ്കിൽ എക്സൈസും മാത്രമായിട്ട് നമുക്ക് നിർവ്വഹണം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങൾ അല്ലെങ്കിൽ സിറ്റിസൺ, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇതിനൊരു ഞങ്ങൾക്ക് പ്രചോദനം വരേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ട് നിന്നാലേ ഈ ഒരു വലിയ വിപത്ത് നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. 3 മാസം നീണ്ടു നിൽക്കുന്ന ലഹരി ബോധവൽക്കരണ പരിപാടികളുടെ പ്രഖ്യാപനവും നടത്തി. ക്ലബ്ബുകൾ, സ്കൂളുകൾ, കുടുംബസംഗമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ നിരന്തര ബോധവൽക്കരണം നടത്തുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനും ഡി അഡിക്ഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഏഞ്ചൽസ് വാലി സംവിധാനം ഏർപ്പെടുത്തിയതായി ചെയർമാൻ ഡോക്ടർ ഹാഫിസ് ജഫീഖ് ജൗഹരി പറഞ്ഞു. അനസ് ജൗഹരി സ്വാഗതം പറഞ്ഞു. ഷഹീൻ ഷാ, എലിസ്റ്റർ ഹെൽത്ത് കെയർ, ഹാരിസ് കൽക്കുളങ്ങര, മുഹമ്മദ് ഹബീബി, നൌഷാദ് പുലത്തറ, സാദിഖ് മൈനാഗപ്പള്ളി, സനൂജ, റഹ്മത്ത് പാംലാൻ, അബ്ദുൽ മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സമൂഹ ഇഫ്താറും നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ.